നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാത്തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. മനുഷ്യാവകാശ കമ്മീഷനിൽ നിരവധി ഒഴിവുകൾ. സെപ്റ്റംബർ 3 വരെ അപേക്ഷിക്കാം. നമസ്കാരം. സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ മേഖലയിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇതാ ഒരു മികച്ച അവസരം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അഥവാ NHRC വിവിധ തസ്തികകളിലായി 33 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു. ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യതയും താൽപ്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് NHRCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് ഓഫ്ലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 3 ആണ്. ഇനി പ്രധാനപ്പെട്ട തസ്തികകളും യോഗ്യതയും ശമ്പളവും നോക്കാം. ജോയിന്റ് ഡയറക്ടർ റിസർച്ച് ഈ തസ്തികയിൽ ഒരു ഒഴിവാണുള്ളത്. നിയമം, സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദവും 5 വർഷത്തെ ഗവേഷണ പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പേ ലെവൽ 12 പ്രകാരമുള്ള ശമ്പളം ലഭിക്കും. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഒരു ഒഴിവാണുള്ളത്. നിയമത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ശമ്പളം പേ ലെവൽ 11 പ്രകാരമാണ്. സീനിയർ റിസർച്ച് ഓഫീസർ ഈ തസ്തികയിൽ 2 ഒഴിവുകളുണ്ട്. സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും 3 വർഷത്തെ ഗവേഷണ പരിചയവും ആവശ്യമാണ്. ശമ്പളം പേ ലെവൽ 11. പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ഈ തസ്തികയിൽ ഒരു ഒഴിവാണുള്ളത്. ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ശമ്പളം പേ ലെവൽ 11 പ്രകാരമാണ്. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ ഒരു ഒഴിവാണുള്ളത്. ജേർണലിസത്തിൽ ബിരുദം അല്ലെങ്കിൽ PG ഡിപ്ലോമ കൂടാതെ PR പബ്ലിസിറ്റി മേഖലയിൽ 3 വർഷത്തെ സൂപ്പർവൈസറി പരിചയവും ആവശ്യമാണ്. ശമ്പളം പേ ലെവൽ 11. റിസർച്ച് ഓഫീസർ ഈ തസ്തികയിൽ 2 ഒഴിവുകളുണ്ട്. സോഷ്യൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം ആവശ്യമാണ്. നിയമ ബിരുദവും 3 വർഷത്തെ ഗവേഷണ പരിചയവും അഭികാമ്യമാണ്. ശമ്പളം പേ ലെവൽ 10. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഈ തസ്തികയിൽ 2 ഒഴിവുകളുണ്ട്. ബിരുദവും അന്വേഷണ വിഭാഗത്തിലെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. ശമ്പളം പേ ലെവൽ 10. അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ ഒരു ഒഴിവാണുള്ളത്. ബിരുദം കൂടാതെ സബോർഡിനേറ്റ് ഓഡിറ്റ് അക്കൗണ്ട് സർവീസ് എക്സാമിനേഷൻ യോഗ്യതയും ക്യാഷ് അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നതിൽ 3 വർഷത്തെ പരിചയവും ആവശ്യമാണ്. ശമ്പളം പേ ലെവൽ 8. പേഴ്സണൽ അസിസ്റ്റന്റ് ഈ തസ്തികയിൽ 3 ഒഴിവുകളുണ്ട്. +2 വിജയവും മിനിറ്റിൽ 100 വാക്ക് ഷോർട്ട് ഹാൻഡ് പരിജ്ഞാനവും കമ്പ്യൂട്ടർ ടൈപ്പിംഗ് പരിജ്ഞാനവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ശമ്പളം പേ ലെവൽ 7. ഇതിനു പുറമെ ഇൻസ്പെക്ടർ, സീനിയർ റിസർച്ച് അസിസ്റ്റന്റ്, പ്രോഗ്രാമർ അസിസ്റ്റന്റ്, അക്കൗണ്ടന്റ്, സ്റ്റാഫ് കാർ ഡ്രൈവർ, അസിസ്റ്റന്റ് ലൈബ്രറിയൻ, കോൺസ്റ്റബിൾ, ഡെസ്പാച്ച് റൈഡർ തുടങ്ങിയ തസ്തികകളിലും ഒഴിവുകളുണ്ട്. ഈ തസ്തികകളുടെ കൃത്യമായ യോഗ്യത, പ്രവൃത്തി പരിചയം, ശമ്പളം, ഒഴിവുകളുടെ എണ്ണം എന്നിവ അറിയാൻ ഔദ്യോഗിക വിജ്ഞാപനം പരിശോധിക്കണം. അപേക്ഷ എങ്ങനെ? അപേക്ഷകർ NHRCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കണം. ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ തപാൽ മാർഗം സമർപ്പിക്കണം. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 3 ആണ്. തെരഞ്ഞെടുപ്പ് യോഗ്യത പരിശോധന, രേഖകളുടെ പരിശോധന, കേഡർ ക്ലിയറൻസ് തുടങ്ങിയ നടപടികളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതിനാൽ ഈ അവസരം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ ഔദ്യോഗിക വിജ്ഞാപനം പരിശോധിച്ച് അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കുക. ഇത്തരം സർക്കാർ ജോലി, PSC, ബാങ്കിംഗ്, വിദ്യാഭ്യാസം, അഡ്മിഷൻ അപ്ഡേറ്റുകൾ എന്നിവ കൃത്യമായി ലഭിക്കാൻ സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.